സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. കാലം എത്ര കഴിഞ്ഞാലും പുതിയ കണ്ടങ്ങളിൽ നിന്നും ഉയരുന്ന വാക്കുകളാണിവ. ലോകം അസമത്വങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, സാധാരണക്കാർ ജീവിക്കാൻ നെട്ടോട്ടമോടിയപ്പോൾ, തൊഴിലാളികൾ വയറുനിറയ്ക്കാൻ പാടുപെട്ടപ്പോൾ ഉയർന്നുവന്ന ശബ്ദമാണിത്. തൊഴിലാളികളും മനുഷ്യരാണെന്ന ബോധം മുതലാളിമാർക്കുണ്ടാക്കിക്കൊടുത്ത നാദമാണിത്. ഇതാ ഒരു തൊഴിലാളി ദിനം കൂടി കടന്നു വരുന്നു, മെയ് ഡേ. തൊഴിലാളികൾ അവകാശങ്ങളുള്ള മനുഷ്യരാണ്. എല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്കുമുണ്ടെന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്തിയത് തൊഴിലാളി സമരങ്ങളാണ്. ആ ചരിത്രങ്ങളൊന്നും നാട് മറക്കില്ല. 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, തൊഴിലർഹമായ കൂലി, അങ്ങനെ എത്രയെത്ര സമരങ്ങൾ. അന്ന് സമരങ്ങളെ അടിച്ചമർത്താൻ ലോകത്തെ നീചരാഷ്ട്രീയം ശ്രമിച്ചു. എന്നാൽ ഇന്നോ മുഖം മാത്രമാണ് എല്ലായിടത്തും മാറുന്നത്. ഇത് വർഷം 2026 എന്നാൽ ഈ പറയുന്നതെല്ലാം ഇന്നും പ്രസക്തമാണ്. ആഴ്ചകൾ പിന്നോട്ട് പോയാൽ ഇന്ത്യയിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. നോയിഡയിലെ തൊഴിലാളി സമരങ്ങൾ, ലേബർ കോഡിനെതിരായ സമരങ്ങൾ, അതിനെ അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങൾ. ഇന്ത്യയിൽ BJP ഗവൺമെന്റിന്റെ കീഴിൽ തൊഴിലാളികൾ അടിച്ചമർത്തപ്പെടുന്നു, അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. സമരങ്ങളിലൂടെ നേടിയെടുത്തത് തച്ചുടക്കാൻ ശ്രമിക്കുന്നു. തൊഴിലാളികളെ അടിച്ചമർത്തി ചൂഷണം ചെയ്ത് മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നു. ഇതാ നോക്കൂ, ഈ രാജ്യത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയാണ്, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ BJP ഇപ്പോൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഓർക്കുക, രാജ്യത്ത് ഇപ്പോഴും നികത്താത്ത ഒഴിവുകളുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ മറിച്ചു വിൽക്കുന്നു. ഇവിടെയെല്ലാം തൊഴിലാളി ദിനം പ്രസക്തമാണ്. തൊഴിലാളികൾ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുമ്പോൾ അവരെ അടിച്ചമർത്തുന്ന കേന്ദ്ര ഭരണകൂടവും അതിന് ഒത്താശ പാടുന്ന കോൺഗ്രസും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ നാട് വളർന്നത് തൊഴിലാളികളുടെ ചിറകിലാണ്. അവർ കെട്ടിപ്പൊക്കിയതാണ് ഈ മണ്ണ്, അവർ പോരാടി നേടിയതാണ് ഈ ജീവിതങ്ങളെല്ലാം. ഏവർക്കും തൊഴിലാളി ദിന ആശംസകൾ.